ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയും. പലപ്പോഴും നമ്മളുടെ ഒരു പ്രത്യേകത നന്ദി പറയുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ഒരു ജോലി കിട്ടി, നമുക്ക് നല്ല ഒരു ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടായി, ഓരോ ദിവസവും രാവിലെ വൈകുന്നേരം വരെ നമ്മൾ പുറത്ത് സഞ്ചരിച്ച് തിരിച്ച് വീട്ടിലെത്തി. അന്ന് ആ ദിവസം നമുക്ക് ദൈവം നൽകിയ വിവിധ അനുഗ്രഹങ്ങൾ, രാവിലെ ഉണരുന്നു, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു, അത് കഴിക്കുന്നു, നമ്മൾ പുറത്തേക്ക് വാഹനത്തിൽ പോകുന്നു, പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും അതെല്ലാം ദൈവ മഹത്വത്തിന് വേണ്ടി. ഈ ഒരു നന്ദി നമുക്കുണ്ടാകണം. ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. 25 വർഷം വിവാഹ ജീവിതമായി കഴിച്ച ഒരു സഹോദരി, മദ്യപാനം മാറാത്ത ഭർത്താവിൻ്റെ ആ വലിയ ദുശീലത്തെ ഓർത്ത് വേദനിച്ച സ്ത്രീ 25 വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയോട്. ദൈവമേ, എൻ്റെ കുടിയനായ ഭർത്താവിന് എൻ്റെ സഹോദരിക്ക് കൊടുത്തില്ലല്ലോ, എൻ്റെ കൂട്ടുകാരികൾക്ക് നൽകിയില്ലല്ലോ, എനിക്കാണല്ലോ നൽകിയത്. എൻ്റെ ഭർത്താവിൻ്റെ കുടിയെ ഓർത്ത്, മദ്യപാനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇംഗ്ലീഷിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഈ സഹോദരി എഴുതിയതാണ്, ദ പവർ ഓഫ് പ്രൈസിങ് ദ ലോർഡ്. 25 വർഷങ്ങൾക്ക് ശേഷം മദ്യപാനിയായ ഭർത്താവിനെ പ്രതി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ ഭർത്താവിന് മദ്യപാനം മാറി, പുതിയൊരു മനുഷ്യനായി. നമുക്ക് ഈ ഒരു കാര്യം ഇന്ന് മുതലെങ്കിലും ശ്രദ്ധിക്കാം. രാത്രി കിടക്കുമ്പോഴും നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവനും ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമുക്ക് പരിചയമുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും വേണ്ടി അവരെ പ്രതി നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവായ ഈശോയെ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എല്ലാത്തിനും നന്ദി പറയണം എന്നുള്ളതാണല്ലോ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഒരു കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.